ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രക്ഷകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 1:21 അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. പിതാവായ ദൈവം സ്വർഗത്തിൽ അപ്രാപ്യമായ വെളിച്ചത്തിൽ വസിക്കുന്നു. എന്നാൽ ദൈവപുത്രനായ യേശു നമുക്ക് രക്ഷയും പാപമോചനവും വീണ്ടെടുപ്പും നൽകുന്നതിനായി ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയായി. കർത്താവ് പറഞ്ഞതുപോലെ അവൻ നിങ്ങളോട് യുദ്ധം ചെയ്യും, പക്ഷേ അവർ നിങ്ങളെ ജയിക്കുകയില്ല. നിങ്ങളെ വിടുവിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് കർത്താവ് പറയുന്നു. ഇത് യിരെമ്യാവ് 1:19 കാണപ്പെടുന്നു. മറ്റൊരാളെ രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്ന് വീണുപോയതിനാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കാനുള്ള ശക്തിയുള്ളൂ. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ദുഷ്ടശീലങ്ങളിൽ നിന്നും, പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്നതിനായി അവൻ ക്രൂശിൽ തന്നെ സമർപ്പിച്ചു. പാപമോചനം, രക്ഷയുടെ സന്തോഷവും നൽകി. തിരുവെഴുത്ത് പറയുന്നത് പോലെ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ പാപമോചനം, അവന്റെ കൃപയുടെ സമ്പന്നതയ്ക്കനുസരിച്ച് വീണ്ടെടുപ്പുമുണ്ട്. ഇത് എഫേസ്യർ 1:7 നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, ഇമ്മാനുവേലായി നമ്മോടൊപ്പമുള്ള ദൈവം, മനുഷ്യരൂപം സ്വീകരിച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്നെ സമർപ്പിച്ചു. അവൻ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷകൻ മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിന്റെയും രക്ഷകനാകട്ടെ. വചനം പ്രഖ്യാപിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കും. ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 16:31 കാണപ്പെടുന്നു. യേശു എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ ഉള്ളിലും വസിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം അവന്റെ മഹത്വത്തിന്റെ തിളക്കത്താൽ നിറയട്ടെ. തിരുവെഴുത്ത് പറയുന്നു, ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇത് കൊലോസ്യർ 1:27 കാണപ്പെടുന്നു. ഒരു ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു ചെറിയ കൂടാരം സ്ഥാപിച്ച ഒരു ദരിദ്രനായ ദേവദാസൻ ഒരിക്കൽ ഉണ്ടായിരുന്നു. അവൻ ഗ്രാമത്തിൽ ചെന്ന് ഇങ്ങനെ പ്രഖ്യാപിക്കും, സർവശക്തനായ ദൈവം ഗ്രാമത്തിന് പുറത്ത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു അത്ഭുതം, ദിവ്യ രോഗശാന്തി അല്ലെങ്കിൽ പാപമോചനം ആഗ്രഹിക്കുന്നവർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കൂടാരത്തിലേക്ക് വരൂ. ആളുകൾ ഒത്തുകൂടും. കർത്താവായ യേശു അവിടെ തന്റെ സാന്നിധ്യം പ്രകടിപ്പിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യും. ഒരു ദിവസം അസൂയ നിമിത്തം ചിലർ കൂടാരത്തിന് തീയിട്ടു. ദേവദാസൻ വളരെയധികം ദുഃഖിതനായി. വൈകുന്നേരമായി. പതിവ് പോലെ ആളുകളെത്തി. പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി അവൻ പ്രഖ്യാപിച്ചു, ദൈവം എന്റെ ഉള്ളിലുണ്ട്. ഇമ്മാനുവേലിനെ പോലെ അവൻ എന്റെ കൈകളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ രാത്രിയിൽ ശക്തമായ അത്ഭുതങ്ങൾ സംഭവിച്ചു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിങ്ങളും ശരീരത്തെ തന്റെ ആലയമാക്കാനും ഇമ്മാനുവേലിനെ പോലെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 12:1 നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ, അതാണ് നിങ്ങളുടെ ന്യായമായ സേവനം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഹബക്കൂക്ക് 1, 2, 3 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 15 അധ്യായം. ആമേൻ.